ചേച്ചിയൊക്കെ പ്രണയത്തിന്റെ വക്താവല്ലേ? ഞങ്ങളൊക്കെ മൗണ്ട് എവറസ്റ്റില. ഡിപ്രഷൻ സ്റ്റേജിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഒരു 10 വർഷം മുമ്പ്. എക്സാക്ട്ലി ഒരു 10 വർഷം മുമ്പ്. ഇപ്പോൾ ഹസ്ബൻഡ് സാബു, അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്, ഞാനും ഒരു നല്ല വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ ഇടയിൽ ചേരുമ്പോൾ അത്ര നല്ലതല്ല. അല്ല, സീരിയസ്ലി. കാരണം എന്താ വെച്ചാൽ സാബുവിന് എന്നേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഭാര്യയെ കിട്ടുമായിരുന്നു. അതായത് ആളുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവലേ വേറെയാണ്, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലെവലേ വേറെയാണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ വെറും ഒരു ചായ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ബന്ധമല്ലേ ഉള്ളൂ. അപ്പൊ അത് ലൈഫിലേക്ക് എത്തിയപ്പോൾ അതങ്ങ് ആപ്റ്റ് ആയില്ല. ശരിക്കും പറയുന്ന അറേഞ്ച് മാരേജ് കഴിഞ്ഞിട്ട് അത് നിശ്ചയിക്കുമ്പോഴേ കുറെ നാൾ തമ്മിൽ മനസ്സിലാക്കാനുള്ള സമയം വേണം എന്നൊക്കെ അല്ലേ? ചേച്ചിയൊക്കെ പ്രണയത്തിന്റെ വക്താവല്ലേ? ഞങ്ങളൊക്കെ മൗണ്ട് എവറസ്റ്റില. ഭാഗ്യവതി, ഒന്നും പറയാനില്ല. ശരിക്കും ടീച്ചറിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഒരു ഹെൽത്തി റിലേഷൻ എന്ന് പറയുന്നത്? ഹെൽത്തി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോലും അല്ല. നമുക്കൊരാളോട്, അപ്പുറത്തെ ആളോട് റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ അവരുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒന്നും അവരെ നമ്മൾ കുറ്റം പറയില്ല. ആ മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചതിക്കാൻ തോന്നും, കുറ്റം പറയാൻ തോന്നും. നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് വീടും കൂടൊക്കെ ഇട്ടെറിഞ്ഞിട്ടല്ലേ കൊച്ചു വരുന്നത്, അല്ലേ? പക്ഷെ ഹസ്ബൻഡ് എന്താ വിചാരിക്കേണ്ടത്? ഇവളെ എന്നെ വിശ്വസിച്ച എന്റെ കൂടെ വന്നേ, അപ്പൊ ഇവളെ പോറ്റേണ്ടത് നമ്മളെ ഉള്ളൂ. അതാണ്, ഇവളെ എന്റെ കൂടെ ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ശരിക്കും എന്താന്ന് അറിയോ ചേച്ചി, അവനവനെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, പാർട്ട്ണറോട് ലോയൽ ആയിരിക്കും, ജെനുവിൻ ആയിരിക്കും, അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും.